students, welcome to Exam Point. So today we are going to study a new chapter and that is a very interesting chapter. ഒരു തണുത്ത മഴയുടെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഷവേഴ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യ മഴയാണ്, പുതുമഴയാണ്. നല്ല വേനലൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ആദ്യ മഴയ്ക്ക് ഭംഗിയും എന്താണ് വരവേൽപ്പൊക്കെ കൂടുതലാണ് അല്ലേ, ഭംഗി കൂടുതലാണ്. കാരണം മണ്ണൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എല്ലാ ദിവസവും ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ചെടിയൊക്കെ നനച്ചൊക്കെ മടി പിടിച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി മഴ വരികയാണ്. അപ്പോൾ ആദ്യത്തെ മഴനെ കുറിച്ച് നമ്മളോട് എന്താണ് കവിക്ക് പറയാനുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് എ വെരി ഷോർട്ട് പോം. അപ്പോൾ ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഷവേഴ്സ്. സോ വി വിൽ സീ വാട്ട് ഇറ്റ് ഈസ് അബൌട്ട്. Have you experienced the senselessness of rain? നിങ്ങൾ മഴയുടെ ആ ഒരു ഇന്ദ്രിയബോധം അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ്. സെൻസസ്നെസ് എന്ന് വെച്ചാൽ ഇന്ദ്രിയബോധമാണ്. പ്ലഷർ ഓർ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയാം. അനുഭവിച്ചിട്ടുണ്ടോ? സംതൃപ്തി, മഴ വരുമ്പോൾ നല്ലൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഡസ് ദ റെയിൻ ബ്രിങ് ഹാപ്പിനെസ് ടു യു? മഴ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടു തരാറുണ്ടോ? ഹിയർ ഇസ് എ പോം അബൌട്ട് ദ ഹാപ്പിനെസ് ദാറ്റ് റെയിൻ ബ്രിങ്സ്. മഴ കൊണ്ട് തരുന്ന സന്തോഷമാണ് ഈ കവിതയിലെ തീം എന്ന് പറയുന്നത്. റീഡ് ആൻഡ് എൻജോയ് ദ പോം. അപ്പോൾ ഈ കവിത നമുക്ക് വായിച്ച് ഒന്ന് മനസ്സിലാക്കി സന്തോഷിക്കാം. അബൌട്ട് ദ ഓഥർ, നളിനി ശർമ്മയാണ് നമ്മുടെ ഓഥർ. ആരാണെന്ന് നോക്കാം. ഷീ ഈസ് എ കണ്ടംപററി ബൈലിംഗ്വൽ ഇന്ത്യൻ റൈറ്റർ. ഒരു ഇന്ത്യൻ എഴുത്തുകാരിയാണ്, ബൈലിംഗ്വൽ ആണ്. ബൈലിംഗ്വൽ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഭാഷകളിൽ എഴുതാറുണ്ട്. ഏതാണ് ആ 2 ഭാഷ? ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതാറുണ്ട്. Her poems, articles, essays, short stories, novels, etc. have been published in reputed journals. അപ്പോൾ കവിതകളും ആർട്ടിക്കിൾസും എസ്സേയും ഷോർട്ട് സ്റ്റോറി നോവലൊക്കെ എവിടെ വന്നിട്ടുണ്ട്? റെപ്യൂട്ടഡ് ജേർണൽസിലാണ് വന്നേക്കുന്നത്. ആ റെപ്യൂട്ടഡ് ജേർണൽസിൻ്റെ പേരൊക്കെ ഇത്തിരി ടഫാണ്, നമുക്ക് നോക്കാം. നയ ഘാനോധിയ, സരിത, ഗൃഹശോഭ, സുമൻ സൗരഭ്, ഛത്തീസ്ഗഡ് ടുഡേ, വുമൻസ് എറ, എലൈവ്, പോയറ്റ്, മെറ്റ്വേഴ്സ് മ്യൂസ്, ഫ്രീ എക്സ്പ്രഷൻ എക്സെട്ര. അപ്പം മിസ് അത് രണ്ടാമത് പറയുന്നില്ല. അപ്പോൾ പേരൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയും റെപ്യൂട്ടഡ് ജേർണൽസിൽ എന്തായാലും എഴുതുന്ന എഴുത്തുകളെ എല്ലാ കൃതികളും തന്നെ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. She has been honored with awards like Sahitya Shri, Bharat Bhasha Bhushan, Shri Sadhana Samman, Vishishta Sadhana Samman, Rashtra Bhasha Sevak Samman, Tulika Samman, Best Poet of the Year 2003 by Poets International, Metverse Muse Awards, Sarojini Naidu Award and Shweta Patil Award. So കുറേ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പോയറ്റാണ് നളിനി ശർമ്മ. അപ്പോൾ കുറേ ഡീറ്റെയിൽ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ടല്ലേ, അത്രമാത്രം അവാർഡ്സ് ലഭിച്ചിട്ടുള്ള പോയറ്റ് എഴുതിയ കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കവിത ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കവിതയിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ നമുക്ക് കാണുന്നത് ഒരു പെണ്ണിനെയാണ് അല്ലേ. ആ പെണ്ണിൻ്റെ ആ വേഷവും ഇതുമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആള് മഴനെ എൻജോയ് ചെയ്യാണ്, ജോലി കഴിഞ്ഞ് വരികയാണ് അല്ലേ. എന്താ നോക്കാം. As I returned from my workplace, cool drops kissed my parched face. Soon the first showers caught me unawares and soaked me, soothing my frayed nerves. കുറേ പുതിയ വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നോക്കാം, അതിൻ്റെ അർത്ഥം നോക്കാം. As I returned from my workplace, ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? കൂൾ ഡ്രോപ്സ് കിസ്ഡ് മൈ പാച്ച്ഡ് ഫേസ്. കൂൾ ഡ്രോപ്സ്, തണുത്ത തുള്ളികൾ എൻ്റെ പാച്ച്ഡ് ഫേസ് എന്ന് പറയുമ്പോൾ ഡ്രൈഡ് ഔട്ട്, അതായത് ചൂടൊക്കെ കൊണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫേസിനെയാണ് പാർച്ച് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂൾ ഡ്രോപ്സ്, തണുത്ത മഴത്തുള്ളികൾ അല്ലെങ്കിൽ തണുത്ത തുള്ളികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഴയാണെന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോപ്സ് എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. എങ്ങനെയുള്ള കവിളിലാണ്? ചൂട് കൊണ്ട് ഉണങ്ങി വരണ്ടിരിക്കുന്ന എൻ്റെ കവിളിൽ ഉമ്മ വെച്ചു എന്നാണ് പറയുന്നത്. പാർച്ച്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഡ്രൈഡ് ഫേസ് എന്നാണ് അർത്ഥം. സൂൺ ദ ഫസ്റ്റ് ഷവേഴ്സ് കോട്ട് മീ അൺഅവെയർസ്. എന്താണ്? അപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യ മഴയാണ്, ഫസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യം തുള്ളികളാണല്ലോ. മഴ പെയ്യണത് എങ്ങനെയാണ്? ആദ്യം തന്നെ നല്ലോണം അല്ല, കുറച്ച് പെതുക്കി പെയ്തിട്ട് പിന്നെ പെട്ടെന്ന് നന്നായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഷവേഴ്സ് കോട്ട് മീ അൺഅവെയർസ് എന്ന് വെച്ചാൽ
എനിക്ക് മീൻസ് ലൈക്ക് എനിക്ക് അറിയില്ലായിരുന്നു മഴ പെയ്യാൻ പോവാണെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പുതുമഴ അല്ലെങ്കിൽ ആദ്യത്തെ മഴ പെയ്തിറങ്ങി എന്നാണ് പറയുന്നത്. ആൻഡ് സോക്ഡ് മീ സൂതിങ് മൈ ഫ്രെയ്ഡ് നെർവ്സ്. ആൻഡ് സോക്ഡ് മീ എന്ന് പറഞ്ഞാൽ എന്നെ ഫുള്ള് നനച്ചു അല്ലേ. സോക്ക് എന്ന് പറഞ്ഞാൽ നനക്കുകയാണ്. സൂതിങ് എന്ന് പറഞ്ഞാൽ എന്താ, സാന്ത്വനിപ്പിക്കുക എന്നാണ് അർത്ഥം. സൂതിങ് എന്ന് വെച്ചാൽ സാന്ത്വനിപ്പിക്കുകയാണ്. മൈ ഫ്രെയ്ഡ് നെർവ്സ്. ഫ്രെയ്ഡ് നെർവ്സ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് വിഷമിച്ച് നിൽക്കുന്ന ആ വീക്കായ നെർവ്സിനെയാണ് ഫ്രെയ്ഡ് നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മഴയാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഓഫ് ദ പോയം ഇസ് കമ്മിങ് ബാക്ക് ഫ്രം ദ വർക്ക് പ്ലേസ് അല്ലേ. ജോലി കഴിഞ്ഞ് വരികയാണ്. ആ മഴയുടെ തണുത്ത സ്പർശമേൽക്കുമ്പോൾ, മഴത്തുള്ളികൾ വീഴുമ്പോൾ ഒരു സൂതിങ്, ഒരു എഫക്റ്റാണ് നമ്മുടെ സ്പീക്കർ ഉണ്ടാവുന്നത്. അതായത് ഒരു സാന്ത്വനിപ്പിക്കുന്ന ഒരു ഫീല് വരുന്നു. The poet talks about how the cool raindrops embraced her face when she was returning from her work അല്ലേ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണ് മഴ എന്നെ ടച്ച് ചെയ്തത്, അല്ലെങ്കിൽ മഴ വന്നപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നാണ് ഇവിടെ കവിയത്രി പറയുന്നത്. ഷീ എക്സ്പ്ലെയിൻസ് ഹൗ ഷീ വാസ് സോക്ഡ് ആൻഡ് ദോ ഇറ്റ് വാസ് സർപ്രൈസിങ് ഷീ ഫെൽറ്റ് വെരി കംഫോർട്ടഡ് ആൻഡ് എ വീക്ക് നെർവ്സ് ഗോട്ട് റിലീഫ്. സർപ്രൈസിങ് ആയിട്ടാണ്, പെട്ടെന്നാണ്. ആദ്യ മഴ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, നമ്മുടെ ഇവിടെ ജൂണിലൊക്കെ പെയ്തിരുന്ന മഴയൊക്കെ ഇപ്പോൾ സമയമൊക്കെ തെറ്റി വേറെ വല്ലയിടത്തൊക്കെയാണ് പെയ്യുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ ഇതൊരു സർപ്രൈസിങ് ആയിട്ട് വന്ന മഴയായിരുന്നു. എന്നിരുന്നാൽ പോലും ആ മഴ വന്നപ്പോൾ വളരെ കംഫോർട്ടാണ് ഫീൽ ചെയ്തത്. അല്ലാതെ ശല്യം പിടിച്ച മഴ എവിടെ നിന്ന് വന്നു അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കംഫോർട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒപ്പം ആ തളർന്ന നെർവ്സൊക്കെ, തളർന്ന നാഡീ ഞരമ്പുകൾക്കൊക്കെ എന്ത് പറ്റി, ഒരു റിലീഫ് കിട്ടിയെന്നാണ് കവി പറയുന്നത്. The very lines did it promptly erase of day-long heat and fatigue from my visage. Wet clothes clung to my body like an infant to its mother's bosom. Unsteady my gait. എന്താണ് പറയുന്നത്? The very lines did it promptly erase. വെരി ലൈൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടയേർഡ് ആയിട്ടുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത് അത്രത്തോളം ക്ഷീണിച്ച് വരുന്ന നമ്മൾക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെരി ലൈൻസ് ഡിഡ് ഇറ്റ് പ്രോംപ്റ്റ്ലി ഇറേസ്, അത് മായ്ച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ആ ആദ്യ മഴ വന്നപ്പോൾ ഈ വെരി ലൈൻസ് എൻ്റെ മുഖത്തും എനിക്കുണ്ടായിരുന്ന വെരി ലൈൻസ് എന്ന് പറയുന്നത് ടയേർഡ് ഫീലിംഗ് മായ്ച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഓഫ് ഡേ ലോങ് ഹീറ്റ് ആൻഡ് ഫാറ്റിക് ഫ്രം മൈ വിസേജ്. വിസേജ് എന്ന് പറഞ്ഞ ഫേസ് ആണ്. എൻ്റെ മുഖത്ത് നിന്ന് ഒരു ദിവസത്തെ മുഴുവൻ ചൂട്, അതാണ് ഡേ ലോങ് ഹീറ്റ്. ഫാറ്റിക് എന്ന് പറയുന്നത് ക്ഷീണമാണ്. ഓഫ് ഡേ ലോങ് ഹീറ്റ് ആൻഡ് ഫാറ്റിക് ഫ്രം മൈ വിസേജ്. എൻ്റെ മുഖത്ത് നിന്ന് ആ ക്ഷീണവും ആ ഫുള്ള് ദിവസത്തെ ചൂടും ഒക്കെ കഴുകി കളഞ്ഞതാരാണ്? മഴയാണ്. Wet clothes clung to my body like an infant to its mother's bosom. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മഴ കാരണം ഫുള്ള് നനഞ്ഞല്ലോ. അപ്പോൾ ആ വെറ്റ് ഡ്രസ്സ് ഫുള്ള് ക്ലങ് ചെയ്യാന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നിരിക്കാന്ന് അർത്ഥമാണ്. ക്ലങ് ടു മൈ ബോഡി ലൈക്ക് എൻ ഇൻഫന്റ് ടു ഇറ്റ്സ് മദേഴ്സ് ബോസം. അതായത് ഒരു അമ്മയുടെ മാറിടത്തോട്, നമ്മൾ കൊച്ചിനെ ഇങ്ങനെയല്ലേ ചേർത്ത് പിടിക്കുക, ഒരു അമ്മയുടെ മാറിടത്തോട് അത്ര പോലെ ചേർന്നിരിക്കുന്നത് പോലെയാണ് നനഞ്ഞ ഡ്രസ്സ് എൻ്റെ ശരീരത്തോട് ചേർന്നിരുന്നത് എന്നാണ് പറയുന്നത്. ബോസം എന്ന് പറഞ്ഞാൽ മാറിടം എന്നാണ് അർത്ഥം. അൺസ്റ്റഡി മൈ ഗേറ്റ്. അപ്പോൾ ഈ നനഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നനഞ്ഞ് ഒട്ടി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് നടക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ നടക്കുമ്പോൾ കാല് ഇടറി അങ്ങനെയൊക്കെ പോകും, കാരണം നമ്മളുടെ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിരിക്കുക. മഴ നനഞ്ഞ് നടന്നു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അൺസ്റ്റഡി മൈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നടത്തം സ്റ്റഡി ആവുന്നുണ്ടായിരുന്നില്ല. ഗേറ്റ് എന്ന് പറഞ്ഞാൽ നടത്താണ്, GAIT ആണ് കേട്ടോ ഗേറ്റ്. അത് നടത്തമാണ്. നടത്തം സ്റ്റഡി ആവുന്നുണ്ടായിരുന്നില്ല, കാരണം എന്താണ്? മഴ നനഞ്ഞിരിക്കുമല്ലേ. The rain quickly removed the marks of tiredness caused by day-long heat and hard work from a face. അപ്പോൾ മഴ എന്താണ് ചെയ്യുന്നത്? ഈ രാവിലെ തുടങ്ങിയുള്ള പണിയെടുത്ത ക്ഷീണവും ടയേർഡ്നെസ്സും ചൂടും ഒക്കെ കഴുകി കളഞ്ഞു. The wet clothes were holding to her body like a baby clinging to her mother's chest. അല്ലേ, അമ്മയുടെ മാറിടത്തോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിനെ പോലെയാണ് ആ നനഞ്ഞ ഡ്രസ്സ് ശരീരത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത്. Her wet clothes made her walk unsteady. നനഞ്ഞ ഡ്രസ്സ് ആയതുകൊണ്ടിട്ട് മര്യാദക്ക് നടക്കാൻ പറ്റിയില്ല.
The dusty trees stood bathed in an instant, dressed in washed green, looked magnificent. The scented earth resplendent in dampened glory, sucked in dust, giving respite to the travelers. Very. എന്താ ഉദ്ദേശിക്കുന്ന the dusty trees ആണ്. ഡസ്റ്റി എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും ദിവസം എന്തായിരുന്നു? മഴ ഉണ്ടായിരുന്നോ? ഇല്ല, വേനലായിരുന്നു, ചൂടായിരുന്നു. അപ്പോൾ എന്താണ്, ഭയങ്കര മണ്ണൊക്കെ പൊടിയായി അല്ലേ, ഫുള്ള് പൊടിയായിരിക്കും. നമുക്കറിയാം വേനൽക്കാലത്ത് കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വരുമ്പോൾ നല്ല കോലമായിരിക്കും കാണാൻ അല്ലേ, നല്ല ഭംഗിയായിരിക്കും നമ്മളെ കാണാൻ. കാരണം പൊടിയും ചൂടും ഒക്കെ കൂടി വേറൊരാളായിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരിക. കളർ ചേഞ്ചൊക്കെ നമുക്ക് ബോഡിയിൽ ശരിക്കും കാണാൻ പറ്റും. അത്രത്തോളമാണ് ഇപ്പോൾ നമുക്ക് സൂര്യൻ്റെ ചൂടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് പൊടി പിടിച്ചിരുന്ന മരങ്ങൾ. കാരണം മരത്തിനൊക്കെ ആരെങ്കിലും കൊണ്ട് മുകളിലൊക്കെ വെള്ളം ഒഴിക്കണ്ടോ? വെള്ളം ഒഴിച്ചാൽ തന്നെ വേരിൻ്റെ അവിടെയല്ലേ വെള്ളം ഒഴിക്കുക. അപ്പോൾ പൊടി പിടിച്ചിരുന്ന മരങ്ങൾ ഞൊടിയിട കൊണ്ട് കുളിച്ചു എന്നാണ് പറയുന്നത്. കുളിക്കൂലേ? മഴ എല്ലാ ചെടിയും മരവും ഒക്കെ നല്ല വൃത്തിയാക്കി കുളിപ്പിച്ചു കൊടുത്തു. ഡ്രസ്ഡ് ഇൻ വാഷ്ഡ് ഗ്രീൻ ലുക്ക് മാഗ്നിഫിഷ്യൻറ്റ്. അപ്പോൾ ഈ മഴ നനഞ്ഞപ്പോൾ അവരൊക്കെ നേരത്തെ ആ പച്ച ഇലയിൽ ഒരു പൊടിയൊക്കെ വന്ന് വേറൊരു കളറായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായി? ഒരു പച്ചപ്പ് അല്ലേ. അപ്പോൾ പച്ച ഡ്രസ്സ് ഉടുത്ത പോലെ, പച്ച ഡ്രസ്സ് ഉടുത്ത വെച്ചപ്പോൾ എന്താണ്, മാഗ്നിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മനോഹരമായി അല്ലെങ്കിൽ മനോഹരിയായ ചെടികൾ എന്നാണ് പറയുന്നത്. ദ സെൻറ്റഡ് എർത്ത് റെസ്പ്ലെൻഡഡ് ഇൻ ഡാംപ്ഡ് ഗ്ലോറി. റെസ്പ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത്. അപ്പോൾ ആ ഭൂമിയാണെങ്കിലും എന്ത് പറ്റി? തിളങ്ങാൻ തുടങ്ങി. ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞതെന്നാണ് അർത്ഥം. ആ നനഞ്ഞ ഭൂമി തിളങ്ങുന്നു. കാരണം മഴത്തുള്ളികളല്ലേ, അതുകൊണ്ടാണ് തിളങ്ങുന്നത്. സക്ഡ് ഇൻ ഡസ്റ്റ് ഗിവിംഗ് റെസ്പൈറ്റ് ടു ദ ട്രാവലേഴ്സ് വെറി. അപ്പോൾ ഭൂമി നനഞ്ഞ് മൊത്തത്തിൽ. അപ്പോൾ ഈ വെള്ളമൊക്കെ ആരെടുത്ത് വലിച്ചെടുക്കും? ഭൂമി വലിച്ചെടുത്ത് ഈ യാത്രക്കാർക്ക് വിശ്രമം. റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ വിശ്രമമാണ്. ക്ഷീണിച്ച് വലഞ്ഞ യാത്രക്കാർക്ക് വിശ്രമം കൊടുക്കാനെന്ന പോലെയായി മൊത്തത്തിൽ. മനസ്സിലായല്ലോ? All the dusty and dirty trees bathed in the rain and became clean quickly. ഞൊടിഞ്ഞൊടയുണ്ടുകൊണ്ട് അല്ലേ, ഒരു ഇൻസ്റ്റൻറ്റ്, നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് മഴ വരുമ്പോൾ അത്രയും നേരം ഒരു ഭംഗിയില്ലാതിരുന്ന ചെടികൾ എന്ന് വെച്ചാൽ പൊടി പിടിച്ചുകൊണ്ട് ഭംഗിയില്ലാതായതാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കുളിച്ച് വൃത്തിയായി സുന്ദരിയായി എന്നാണ് പറയുന്നത്. Now they dressed in clean green color and looked extremely beautiful. അത്രയും മനോഹരമായി കുളിച്ച് കഴിഞ്ഞ് ഗ്രീൻ ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദ എർത്ത് ബിക്കെയിം വെറ്റ് ആൻഡ് അട്രാക്റ്റീവ് വിത്ത് എ പ്ലസന്റ് സ്മെൽ. ആ മഴ വരുമ്പോൾ പൊടിയുടെ ഒരു മണമുണ്ട്. ഫീൽ ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ മഴ വരുമ്പോൾ ഈ ഇത്രയും നാൾ ഈ ഡ്രൈ ആയി കിടക്കുന്ന മണ്ണിൻ്റെ ഒരു മണമുണ്ട്. ആ മണം നല്ലൊരു അട്രാക്റ്റീവ് സ്മെല്ലായെന്നാണ് പറയുന്നത്. ഇറ്റ് ടുക്ക് ഇൻ ഓൾ ദ ഡസ്റ്റ് സോ ദാറ്റ് ദ ടയർഡ് ട്രാവലേഴ്സ് വുഡ് ഗെറ്റ് റെസ്റ്റ് ആൻഡ് റിലീഫ് അണ്ടർ ദ ട്രീസ്. അപ്പോൾ എല്ലാ പൊടിയും എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് ഈ മഴ. അപ്പോൾ ഈ മരത്തിൻ്റെ അടിയിലോ അവിടെയൊക്കെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാൻ, അതായത് തളർന്ന് ആവശ്യതയായി ജോലി കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇത്തിരി നേരം മരത്തിൻ്റെ അടിയിലൊക്കെ റെസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടും അത്രത്തോളം മനോഹരമായി മരങ്ങൾ മാറി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഷവറിൻ്റെ ഫീലിംഗ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ. ആദ്യ മഴ കൊണ്ടുവരുന്ന സന്തോഷമാണ് നമ്മൾ പഠിക്കുന്നത്. ടു താങ്ക് ദ റെയിൻ ഗോഡ് I looked up in the sky. അപ്പോൾ മഴയെ താങ്ക് ചെയ്യാൻ വേണ്ടി, മഴ തന്നതാരാണ്? ദൈവം അല്ലേ. More drops drenched me on the sky. Marveling at this wonderful gift of nature, I hurried home wading through the gurgling water. എന്താണ്? മഴ നന്നേണ്ട നന്ദി സൂചകമായി ഞാൻ മുകളിലോട്ട് നോക്കി അല്ലേ. അവിടെയാണല്ലോ നമ്മുടെ എല്ലാ വിശ്വാസങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ മുകളിൽ നോക്കിയിട്ടാണ് പ്രാർത്ഥിക്കാറ്. More drops drench on me on the sky. അപ്പോൾ എന്നെ കളിപ്പിക്കാനെന്ന വണ്ണം കൂടുതൽ മഴത്തുള്ളികൾ താഴത്തോട്ട് വീണു. ഡ്രെഞ്ച്ഡ് എന്ന് പറയുന്നത് നനച്ചു എന്നാണ്. മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. അപ്പോൾ ഈ പ്രകൃതിയുടെ ഇത്രയും മനോഹരമായ സമ്മാനത്തിൻ്റെ അത്ഭുതം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഐ ഹറീഡ് ഹോം വേഡിങ് ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ. വേഡിങ് എന്ന് പറഞ്ഞാൽ വാക്ക് വിത്ത് എഫോർട്ടാണ്. നമുക്കറിയാം വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ആകെ നനഞ്ഞിരിക്കുവാണ്. അപ്പോൾ വെള്ളമുണ്ട്, മണ്ണിൽ നിറച്ച് വെള്ളമായി, റൂട്ടിലൊക്കെ വെള്ളമായി. അപ്പോൾ വേഡിങ് വിത്ത് എഫോർട്ട് എന്ന് പറഞ്ഞാൽ നടക്കാനും ബുദ്ധിമുട്ടാണ്. ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ. ഗർഗ്ലിംഗ് എന്താ? വെള്ളത്തിനൊരു സൗണ്ട് ഇല്ലേ, ദാറ്റ് ഇസ് ഗർഗ്ലിംഗ് വാട്ടർ. അപ്പോൾ നടക്കാനും ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. When the poet looked up to thank the rain god, more raindrops made a face wet in a playful manner. Sly എന്ന് പറഞ്ഞാൽ
പ്ലേഫുൾ മാനർ, കളിപ്പിക്കാനെന്നാണ്. കൂടുതൽ ദൈവത്തെ നോക്കി നന്ദി, മഴ വന്നതിന് നന്ദി എന്ന് പറയാൻ വേണ്ടി മുകളിലോട്ട് നോക്കിയപ്പോഴേക്കും കൂടുതൽ മഴത്തുള്ളികൾ ഓദറിനെ നനച്ചു എന്നാണ് പറയുന്നത്. ബീങ് ത്രിൽഡ് ആൻഡ് അമേസ്ഡ് ബൈ ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ അല്ലേ. അപ്പോൾ അമേസ്ഡ്, നമുക്കൊരു അത്ഭുതം തോന്നി, അതേസമയം ത്രില്ലുമായി, മഴ വന്നതിൽ സന്തോഷമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ. ഷീ വെൻ ഹോം ഹാപ്പിലി അല്ലേ, വീട്ടിലോട്ട് പോകുന്നത് സന്തോഷത്തോടു കൂടിയാണ്, പക്ഷെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മഴയൊക്കെ നനഞ്ഞുകൊണ്ട്. വാക്കിംഗ് ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ, നടന്ന് പോവുകയാണ് ഗർഗ്ലിംഗ് വാട്ടറിലൂടെ. The poem First Showers is a wonderful deposition of nature's ability to heal. അപ്പോൾ പ്രകൃതിയുടെ നമ്മളുടെ മുറിവുകൾ ഉണക്കാനുള്ള കഴിവിനെയാണ് ഈ പോയം പറയുന്നത്. ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ ആ മനോഹരമായ കഴിവാണ് നമ്മളുടെ ക്ഷീണം മാറ്റാനും നമ്മളുടെ മുറിവ് ഉണക്കാനും. മുറിവെന്ന് പറയുമ്പോൾ റോഡിൽ പൊട്ടിയിട്ടുണ്ടാവുന്ന മുറിവല്ല, അല്ലാതെയുള്ള ഒരുപാട് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ ഉള്ള കഴിവാണ് നമ്മളോട് ഈ കവിത പറയുന്നത്. Human beings live in a cruel world that is so selfish that it does not have enough time to take care of the worries of others. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു വളരെ ബിസിയും ഒപ്പം സെൽഫിഷും ഇത്തിരി ക്രൂവലൊക്കെ ഉള്ള വേൾഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെയും വറീസും ടെൻഷൻസും ഒന്നും നോക്കാൻ സമയമില്ല, നമ്മുടെ കാര്യം നോക്കാൻ സമയമില്ല. We forget to give comfort to our fellow beings who struggle to live. അപ്പം നമ്മളുടെ ആരെങ്കിലും ഇത്തിരി ദുരിതത്തിലോ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സാന്ത്വനം കൊടുക്കാനോ ഒന്നിനും നമുക്ക് സമയമില്ല. Many people work hard to make two ends meet അല്ലെ. നമുക്കറിയാം, പല ആളുകളും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇൻ ദ പോം വി ഫൈൻഡ് എ വുമൺ ഹു ഈസ് റിട്ടേണിംഗ് ഫ്രം എ വർക്ക് പ്ലേസ്. ഈ കവിതയിൽ നമ്മൾ കാണുന്നത് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സ്ത്രീയെയാണ്. ഷീ ഈസ് അൺനോണിംഗ്ലി കോട്ട് ഇൻ ദ ഫസ്റ്റ് ഷവേഴ്സ് വിച്ച് സൂത്ത് ഹർ ലൈക്ക് നോ വൺ എൽസ്. അപ്പോൾ ഈ ജോലി കഴിഞ്ഞ് അവശതയായി വരുന്ന ഈ സ്ത്രീയെ സാന്ത്വനിപ്പിക്കാൻ മഴക്ക് കഴിയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ആ സ്ത്രീയെ സാന്ത്വനിപ്പിക്കാൻ വേറെ ആരുമില്ല എന്നാണ്, ഒരു സാന്ത്വനം കൊടുക്കാൻ ആരുമില്ല. അപ്പം നമ്മുടെ നളിനി ശർമ്മ പറഞ്ഞ കവിത ദ ഫസ്റ്റ് ഷവേഴ്സ് ഷോസ് ദാറ്റ് ദ റെയിൻ ഗിവ്സ് റിലീഫ് ടു എ വെരി ടയേർഡ് വുമൺ. മനസ്സിലായല്ലോ? ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് തൻ്റെ സങ്കടങ്ങളോ ഒന്നും പങ്കുവെക്കാനോ അതേസമയം റെസ്റ്റ് എടുക്കാനോ ഒന്നിനും സമയമില്ല. ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ചേരുന്നത് പണിയിലോട്ടാണ്. ആ പണിയും കഴിഞ്ഞ് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ കണ്ടിട്ട് സെയിം ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഈ മഴ നൽകുന്ന ആശ്വാസം എന്ന് പറയുന്നത് വേറെ ആരും കൊടുക്കാത്ത അത്രയും നല്ല ആശ്വാസമാണെന്നാണ് പറയുന്നത്. അത്രയും ടയേർഡാണ് ഓരോ സ്ത്രീകളും എന്ന് തന്നെയാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മഴയുടെ അനുഭവം നമുക്ക് മനസ്സിലായല്ലോ. മഴ കണ്ടിരുന്ന സന്തോഷവും നമ്മൾ കണ്ടു. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാൻ പോവുകയാണ്. ടെക്സ്റ്റൈൽ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ഹൗ ഡസ് ദ റെയിൻ സൂത്ത് ദ പോയിറ്റ്സ് നെർവ്സ്? എങ്ങനെയാണ് മഴ എഴുത്തുകാരിയെ തലോടി ശാന്തമാക്കുന്നത്? ദ ഫസ്റ്റ് ഷവേഴ്സ് സൂത്ത് ദ പോയിറ്റ് ബൈ ഇറേസിംഗ് ഹീറ്റ് ആൻഡ് ഫാറ്റിക് ഫ്രം ഹർ ഫേസ്. മുഖത്ത് നിന്നും ചൂടും ക്ഷീണമൊക്കെ മാറ്റിയാണ് പോയിറ്റിനെ സാന്ത്വനിപ്പിക്കുന്നത്. വൈ ഡു ദ ട്രീസ് ലുക്ക് മാഗ്നിഫിഷ്യന്റ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് മരങ്ങൾ ഗംഭീരമായി കാണപ്പെടുന്നത്? The rain washes the leaves of the trees and the trees look magnificent dressed in wash lace. അപ്പം പൊടിയൊക്കെ മാറി നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ ട്രാവലേഴ്സ് ഫീൽ വെൻ ഇറ്റ് റെയിൻസ്? മഴ പെയ്യുമ്പോൾ യാത്രക്കാർക്ക് എന്ത് തോന്നുന്നു? ദേ ഫീൽ റിലീവ്ഡ്. മഴ പെയ്യുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാണ് തോന്നുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കമന്റ് ഓൺ ദ എക്സ്പ്രഷൻ ഡ്രെഞ്ച് മീ ഓൺ ദ സ്ലൈ. ഡ്രെഞ്ച് മീ ഓൺ ദ സ്ലൈ എന്ന പ്രയോഗത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ദ പോയിറ്റ് ഇസ് കംപ്ലീറ്റ്ലി വെറ്റ് ബട്ട് ഷീ ഈസ് ക്വൈറ്റ് അൺഅവെയർ അല്ലേ. പുള്ളി നനഞ്ഞു, പക്ഷെ ശരിക്കും നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ മഴ പെയ്യുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസിനും ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സാം പോയിന്റ് ബുക്ക് റെഫർ ചെയ്യുക. മിസ് എക്സാം പോയിന്റ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഈ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ മൂവിങ് ഓൺ ടു ദ ആക്ടിവിറ്റി 1 ആണ്, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, എക്സ്പ്രഷൻസ് ഓർ ലൈൻസ് ഫ്രം ദ ടെക്സ്റ്റ് ചെയ്യണം. ദ പോയിറ്റ്സ് ഫേസ് വാസ് ഡ്രൈ. അപ്പോൾ അത് പറയുന്ന വരി എന്താണ്? പാർച്ച്ഡ് ഫേസ് ആണ് പറയുന്നത്. ഷീ ഗോട്ട് സോക്ഡ് ഇൻ ദ റെയിൻ. സോക്ഡ് ഇൻ ദ റെയിൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഷീ വാസ് ടയേർഡ് സൂചിപ്പിക്കുന്നത് ഫ്രെയ്ഡ് നെർവ്സ് ആണ്. ദ ഹീറ്റ് ആൻഡ് ഫാറ്റിക് മെയ്ഡ് എ very lines, day long heat and fatigue. ആ വരിയാണ് നമ്മൾക്കത് പറഞ്ഞു തരുന്നത്. The trees were wet and beautiful, dressed in washed green, look magnificent എന്നുള്ള വരികളാണ് നമുക്കത് സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? The poet stood in wonder.
മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആണ് പറയുന്നത്. ദ പോയിറ്റ് റിട്ടേൺഡ് ഹോം, ഐ ഹറീഡ് ഹോം ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ ആണ് നമുക്കത് പറഞ്ഞു തരുന്ന ലൈൻസ്. ആക്ടിവിറ്റി 2, റീഡ് ദ ലൈൻസ്. Wet clothes clung to my body like an infant to its mother's bosom. എന്താണ് പറയുന്നത്? നനഞ്ഞ തുണികൾ എൻ്റെ ശരീരത്തോട് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ മാറടത്തോട് ചേർന്നിരിക്കുന്നത് പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. Here the clinging of the wet clothes is compared to an infant clinging on to his mother's bosom. അപ്പോൾ ഇവിടെ നനഞ്ഞ തുണികൾ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വാവ തൻ്റെ അമ്മയുടെ മാറിടത്തോട് ചേർന്നിരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി. എന്താണിത്? സിമിലിക്ക് ഉദാഹരണമാണ്. സിമിലി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഫിഗർ ഓഫ് സ്പീച്ച് ആണ്, പോയറ്റിക് ഡിവൈസ് ആണ് സിമിലി. സിമിലി എന്താണ് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ലൈക്ക് വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ട്. ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്യുന്ന നമ്മൾ പറയുന്ന പേരാണ് സിമിലി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആ പോയറ്റിക് ഫിഗറിൻ്റെ പേരാണ് സിമിലി. ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ എന്ന വാക്ക് യൂസ് ചെയ്യില്ലേ, അതാണ് സിമിലി. Now develop similes from the following hints. The tree stands like a woman dressed in green. ഇത് മിസ് എഴുതിയതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വൈറ്റിൽ തന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് മരം നിൽക്കുന്നത്? ദ വുമൺ ഡ്രസ്ഡ് ഇൻ ഗ്രീൻ, ഒരു സ്ത്രീ പച്ച ഉടുത്ത് നിൽക്കുന്ന പോലെയാണ് മരം നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ദ മൂൺ ലുക്ക്ഡ് അറ്റ് മീ ലൈക്ക് എ ഫ്രണ്ട്, ഒരു സുഹൃത്തിനെ പോലെ എന്നെ നോക്കി. ദ ഫ്ലവർ സ്മൈൽസ് അറ്റ് മീ ലൈക്ക് എ ചൈൽഡ്. ദ തണ്ടർ റോഡ് ലൈക്ക് എ ലയൺ. കണ്ട, ലൈക്ക് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Go through the following sentences that contain similes and metaphors. Classify them. Manu is as hungry as a horse. മനുവിന് ഒരു കുതിരയുടെ അത്രയും വിശപ്പുണ്ടെന്നാണ് പറയുന്നത്. The car was a jet when it passed by us. കാറ് ഒരു ജെറ്റായിരുന്നു എന്ന്, അതായത് അത്രയും സ്പീഡിലാണ് കാറ് പോയതെന്നാണ്. ഈ രണ്ട് സെന്റൻസ് ഒന്ന് നോക്കിയേ. മനു is as hungry as a horse. മനുവിന് കുതിരയ്ക്ക് എന്തോരം വിശപ്പുണ്ട്, അത്രത്തോളം വിശപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവിടെ ദ കാർ വാസ് എ ജെറ്റ് വെൻ ഇറ്റ് പാസ്ഡ് us. ഞങ്ങളെ കടന്നു പോയപ്പോൾ കാർ ഭയങ്കര സ്പീഡിലായിരുന്നു എന്ന് പറയാനാണ്. കാർ ജെറ്റായിരുന്നു എന്ന്. ജെറ്റ് പോലെയില്ല, പോലെ വാക്ക് ഉപയോഗിച്ചിട്ടുള്ള പോലെയാണ്. ഇത് നോക്കിയേ, ഇവിടെ ആസ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് സിമിലി. ഇത് ഇവിടെ കമ്പാരിസൺ ഉണ്ട് ജെറ്റ് ആണെന്ന്, പക്ഷേ ആസും ലൈക്കും ഉപയോഗിച്ചിട്ടുള്ള അതിനെ നമ്മൾ വിളിക്കുന്നതാണ് മെറ്റഫോർ. മനസ്സിലായാലോ? സിമിലി മെറ്റഫോറും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ കമ്പാരിസൺ നടക്കും, പക്ഷെ ലൈക്കും ആസും വന്നാൽ സിമിലി ആകും, മറ്റേത് മെറ്റഫോർ ആണ്. The cat's fur was a blanket of warmth. The cat's fur was a blanket of warmth ആണ്. Cat fur was a blanket of warmth. ലൈക്കും ആസും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? This is metaphor. ഇത് മെറ്റഫോർ ആണേ. അപ്പൊ ഇവിടെ ഫസ്റ്റ് സെന്റൻസ് നമുക്കറിയാം, ഇത് സിമിലി ആണ്, ഇത് മെറ്റഫോർ ആണ്, ഇത് മെറ്റഫോർ ആണ്. There were fireworks lantern in the sky. ആകാശത്ത് ഫയർവർക്സ്, വെടിപ്പടക്കങ്ങളിലും ഇതുണ്ടായിരുന്നു, വെളിച്ചം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? മെറ്റഫോർ ആണ്. മെറ്റഫോർ അല്ലേ? ലൈക്കും ആസും ഇല്ല. യു ആർ ആസ് ബ്രേവ് ആസ് എ ലയൺ. ആസ് വന്നില്ലേ? ആസ് വരുമ്പോൾ എന്താണ് വരിക? സിമിലി ആണ് വരിക. ഓക്കെ അല്ലേ? ഇയാൻ തോർപ്പ് ഇസ് എ ഫിഷ് വെൻ ഈ സ്വിം. അയാൾ നീന്തുമ്പോൾ മീനാണെന്ന്. അത് എന്താണ്? ലൈക്കും ആസും ഇല്ല. സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഇറ്റ് ഇസ് മെറ്റഫോർ. ഷീ ഈസ് ആസ് പ്രിറ്റി ആസ് എ പിക്ചർ. ഒരു പടം പോലെ മനോഹരിയാണെന്ന് പറയുമ്പോൾ ആസ് ഉപയോഗിച്ചിട്ടുണ്ട്, സിമിലിയാണ്. ദ മൂൺ വാസ് എ മിസ്റ്റി ഷാഡോ. ആസും ലൈക്കും ഇല്ല. ദാറ്റ് ഇസ് മെറ്റഫോർ. മനസ്സിലായല്ലോ? മെറ്റഫോർ ആണത്. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ചെറിയ ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. ദ സിമ്പിൾ പോം റിട്ടൺ ബൈ നളിനി ശർമ്മ. അപ്പോൾ ബാക്കി ആക്ടിവിറ്റീസിനും എല്ലാ അഡീഷണൽ ഗ്രാമർ പോർഷൻസും ഒക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം പോയിന്റിന്റെ ബുക്ക് നോക്കിയാൽ മാത്രം മതിയാവും. കാരണം കുറേ ഗ്രാമർ കണ്ടന്റ്, ഡീറ്റെയിൽഡ് ഗ്രാമർ നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഈ കവിത തരുന്ന സന്ദേശം എന്താണ്? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് മറ്റൊരാളെ നോക്കാൻ സമയമില്ല. പക്ഷെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക്
മഴന് വേണ്ടി അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. സ്വന്തം ഒന്ന് കംഫേർട്ടോ ഒരു സാന്ത്വനം, നമ്മൾക്കൊരു സാന്ത്വനമാവാം. കവി ഉദ്ദേശിക്കുന്നത് അതാണ്ടോ, നമ്മുടെ നളിനി ശർമ്മ ഉദ്ദേശിക്കുന്നത് മഴ കൊണ്ടുവരുന്ന സന്തോഷമാണ് എന്നൊരിക്കൽ കൂടി മഴയോടൊപ്പം ഒരാൾ കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അപ്പോൾ ഒരു ജോലി സ്ഥലത്തു നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് വീട്ടിലും ജോലി സ്ഥലത്തെ ജോലികളും എല്ലാം ചെയ്ത് അവശതയായിരിക്കുന്ന അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് വീട്ടിലാരെങ്കിലും തന്നെ മതി, വീട്ടിലില്ലെങ്കിൽ ഒരു ഫ്രണ്ടോ ആരെങ്കിലും ഒക്കെ ആയാലും ദാറ്റ് വിൽ ബി എ കൂൾ തിങ്, ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ബിസി വേൾഡിൽ നമുക്കും ആരുടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ആവാം സാന്ത്വനിപ്പിക്കാൻ, നമ്മൾക്കും ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ളതും വേണം, ഒപ്പം നമ്മളും ആരുടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആവാം അല്ലേ. മിസ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് ഷവേഴ്സ് ടെൽസ് us that the rain brings happiness and soothes a weary woman. അപ്പോൾ we can also be like that rain in someone's life. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഗുണപാഠവും നമുക്ക് തരുന്നുണ്ട്. ഒപ്പം അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's goodbye. Thank you children.